ഒത്തുചേരലുകൾ ഇന്നും നമുക്ക് ആഘോഷങ്ങളാണ്. അത് വർഷങ്ങൾക്ക് മുമ്പ് പിരിഞ്ഞുപോയ കൂട്ടുകാരുമൊത്തോ സഹപാഠികളൊത്തോ ആവുമ്പോൾ അതിന് മധുരം കൂടുന്നു. നൊസ്റ്റാൾജിയ എന്നും മനുഷ്യന് ഒരു ദൗർബല്യമാണ്. പക്ഷേ ഈ മധുരത്തിന് പിന്നിൽ ചിലപ്പോൾ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളുണ്ടാവും. പനാസിയെ പരിശോധിക്കുന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ സാമൂഹ്യ വിപത്തായി മാറുന്നുണ്ടോ? ഏതൊരാൾക്കും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടം കലാലയ ജീവിതമാണ്. സൗഹൃദവും പ്രണയവും രാഷ്ട്രീയവും എല്ലാം കൂടിക്കലർന്ന ഒരു മധുര മനോഹര കാലഘട്ടം. ഈ കാലഘട്ടത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം. ഭൂരിഭാഗം പൂർവ്വ വിദ്യാർത്ഥി സംഘങ്ങളും വളരെ മികച്ച രീതിയിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടെ നിലകൊള്ളുന്നവയാണ്. വീണുപോയ സഹപാഠികൾക്കും ദുർബല വിഭാഗങ്ങൾക്കും വേണ്ടി അവർ പ്രവർത്തിക്കുന്നു. പക്ഷേ ചില പൂർവ്വ വിദ്യാർത്ഥി സംഘങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികൾ ഇത്തരം സംഘടനകളെ മൊത്തത്തിൽ ചീത്തപ്പേര് കേൾപ്പിക്കുന്നുണ്ട്. ഭൂതകാലത്തിൽ നഷ്ടപ്പെട്ടു പോയ പ്രണയം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നവർ, സാമ്പത്തിക ലാഭത്തിനായി സഹപാഠികളെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നവർ, മാംസനിബന്ധമായ രാഗം തേടുന്നവർ, ഇവരെല്ലാമുള്ള സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദനം തന്നെയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളും. അവിടെയും ചൂഷണം സംഭവിക്കുന്നു. പോലീസ് റെക്കോർഡ് പ്രകാരം ഇതുപോലെയുള്ള ഒത്തുചേരലുകൾ കൂടിയതോടെ വിവാഹമോചന കേസുകളും കുടുംബകലഹ കേസുകളും വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ, മക്കളെ ഉപേക്ഷിച്ച് തൻ്റെ പൂർവ്വകാലത്തിലെ പ്രണയപാചനത്തിൻ്റെ കൂടെ നാടുവിടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. എല്ലാ ഭാര്യ ഭർത്തൃബന്ധങ്ങളിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാവും. ഇത് മുതലെടുക്കാൻ ചിലർ ശ്രമിക്കുന്നത് കൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഓർമ്മിക്കുക, ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് കുടുംബം വിട്ടിറങ്ങിപ്പോകുമ്പോൾ അവിടെ ശിഥിലമാവുന്നത് കുറേ ജീവിതങ്ങളാണ്, അനാഥമാവുന്നത് കുറേ കുരുന്നുകളും. നമുക്ക് നെഞ്ചോട് ചേർക്കാം സൗഹൃദങ്ങളെ, ഒരുമിച്ച് ചേരാം പഴയ കളിക്കൂട്ടുകാരായി. പക്ഷേ അതിർവരമ്പുകൾ ലംഘിക്കുന്നത് അപകടമാവാം. നീ എൻ്റെ കൂടെ അന്ന് വന്നിരുന്നെങ്കിൽ, നിന്നെ അന്ന് എനിക്കൊരുപാട് ഇഷ്ടമായിരുന്നു. ഇതുപോലെയുള്ള ക്ലീഷേ ഡയലോഗുകൾ കേൾക്കുമ്പോൾ ഉറക്കെ പറയുക, കാനന ചോലയിൽ ആടുമേയ്ക്കാൻ എന്നെ പ്രതീക്ഷിക്കേണ്ട കൂട്ടുകാരായെന്ന്. നിങ്ങളുടെ സൗഹൃദങ്ങൾ മാറ്റമില്ലാതെ തുടരട്ടെ. ഇതേപോലെ സാമൂഹ്യ പ്രസക്തമായ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.